നമസ്കാരം. ഫെബ്രുവരി 24 ചൊവ്വാഴ്ച പുലർച്ചെ 3 മണി. കൊച്ചി നഗരം ഉറക്കത്തിലായിരുന്ന ആ ഒരു സമയത്താണ് വൈറ്റില റെയിൽവേ മേൽപ്പാലത്തിന് താഴെ അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് ആ കാഴ്ച കണ്ടത്. ട്രാക്കിനോട് ചേർന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം. ആദ്യം കരുതിയത് ട്രെയിൻ തട്ടിയുള്ള അപകടമെന്നാണ്. എന്നാൽ മരട് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. മൃതദേഹത്തിന്റെ തല ട്രാക്കിനോട് ചേർന്നും ഉടൽ പുറത്തുമായിരുന്നു. പക്ഷേ ട്രെയിൻ ഇടിച്ചതിന്റെ ഒരു പാടും ആ ശരീരത്തിലില്ല. മുഖത്തും കണ്ണിലും ക്രൂരമായ മർദ്ദനമേറ്റ പാടുകൾ മാത്രം. ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. പക്ഷേ ആരാണ് ആ സ്ത്രീ? എന്തിനാണ് അവർ കൊല്ലപ്പെട്ടത്? മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ അന്വേഷണത്തിൽ വഴിത്തിരിവാവുകയാണ്. മരിച്ചത് കോട്ടയം മൂലേടം സ്വദേശിനി സുധ ബേബിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അന്വേഷണം ചെന്നെത്തിയത് സുധയുടെ കുടുംബ സുഹൃത്തായ ഷാജിയിലേക്ക്. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ, ഭാര്യയും 2 മക്കളുമുള്ള മാന്യനായ വ്യക്തി. സുധയുടെ കുടുംബവുമായി ഷാജിക്ക് വർഷങ്ങളായുള്ള അടുത്ത ബന്ധമുണ്ടായിരുന്നു. വിവാഹമോചിതയായ സുധയും ഷാജിയും തമ്മിലുള്ള ഈ സൗഹൃദമാണ് ഒടുവിൽ ചോരയിൽ കുതിർന്നത്. ഫെബ്രുവരി 23 രാത്രി ഇരുവരും ഷാജിയുടെ കാറിലാണ് വൈറ്റിലയിലെത്തിയത്. റെയിൽവേ പാലത്തിനടുത്തേക്ക് നടന്നു പോകുന്നതിനിടെ അവർ തമ്മിൽ തർക്കമുണ്ടായി. ഷാജിയുടെ കുടുംബജീവിതം തകർക്കുമെന്ന് സുധ ഭീഷണിപ്പെടുത്തിയതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് പ്രതി നൽകിയ മൊഴി. തർക്കത്തിനിടെ സുധ ഷാജിയുടെ ഫോൺ വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. തന്റെ മാന്യതയും കുടുംബവും തകരുമെന്ന ഭയത്തിൽ ഷാജി ഒരു കൊലയാളിയായി മാറി. സുധയുടെ മുഖത്തും കണ്ണിലും ഇയാൾ മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ സുധ തൊട്ടടുത്തുള്ള കരിങ്കല്ലിലേക്ക് തെറിച്ചു വീണു. കരിങ്കല്ലിൽ തലയിടിച്ച് ചോര വാർന്നു തുടങ്ങിയ സുധ വേദന കൊണ്ട് കരയുവാൻ തുടങ്ങി. ആരെങ്കിലും കേൾക്കുമെന്ന് ഭയന്ന ഷാജി സുധയുടെ വായും മൂക്കും ബലമായി അമർത്തി പിടിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആ ജീവൻ പൊലിഞ്ഞു. ശേഷം ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാൻ ഷാജി മൃതദേഹം റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചിട്ടു. പക്ഷേ അയാൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ആ ട്രാക്ക് വർഷങ്ങളായി ട്രെയിനുകൾ ഓടാത്ത ഒന്നായിരുന്നു എന്നതാണ്. ട്രെയിൻ വരാത്ത ട്രാക്കിൽ മൃതദേഹം ഇട്ടതോടെ ഷാജിയുടെ കണക്കുകൂട്ടലുകൾ പാളി. സുധയെ കാണാതായപ്പോൾ അവരുടെ സഹോദരി ഷാജി വിളിച്ചിരുന്നു. സുധ ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയി എന്ന നുണയാണ് ഷാജി പറഞ്ഞത്. എന്നാൽ വൈറ്റിലയിലെ CCTV ദൃശ്യങ്ങൾ ഷാജിയെ ചതിച്ചു. ഇരുവരും ട്രാക്കിലേക്ക് പോകുന്നതും പിന്നീട് ഷാജി മാത്രം രക്തക്കറയുമായുള്ള ഷർട്ടുമായി തിരികെ വരുന്നതും പോലീസ് കണ്ടെത്തി. ഫോൺ ഓഫ് ചെയ്ത് ഒളിവിൽ പോകുവാൻ ശ്രമിച്ച ഷാജി മണിക്കൂറുകൾക്കുള്ളിൽ കാക്കനാട് നിന്ന് പോലീസ് പൊക്കി. റെയിൽവേ പാലത്തിന് താഴെയുള്ള വിജനമായ ട്രാക്കിലേക്കാണ് ഇരുവരും പോയത്. അവിടെ വെച്ചുണ്ടായ വാക്കുതർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങി. തന്റെ കുടുംബജീവിതം സുധ തകർക്കുമെന്ന് ഷാജി ഭയപ്പെട്ടു. തർക്കത്തിനിടെ സുധ ഷാജിയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് ദൂരേക്ക് എറിഞ്ഞു. ഇതായിരുന്നു ആ ദാരുണ സംഭവങ്ങളുടെ തുടക്കം. ഫോൺ എറിഞ്ഞതിൽ പ്രകോപിതനായ ഷാജി സുധയുടെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സുധ തൊട്ടടുത്തുള്ള മൂർച്ചയുള്ള കരിങ്കല്ലുകളിലേക്ക് തെറിച്ചു വീണു. തല കരിങ്കല്ലിലിടിച്ച് ചോര വാർന്നു തുടങ്ങി. വേദന കൊണ്ട് ഇവർ കരഞ്ഞപ്പോൾ ശബ്ദം പുറത്തു വരാതിരിക്കുവാൻ ഷാജി ഇവരുടെ വായും മൂക്കും ബലമായി അമർത്തി പിടിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ശ്വാസം മുട്ടി സുധ മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലും ഇത് സ്ഥിരീകരിച്ചു. മരണം ഉറപ്പാക്കിയ ശേഷം ഷാജി ആ മൃതദേഹം റെയിൽവേ പാളത്തിലേക്ക് വലിച്ചിട്ടു. ഇതൊരു ആത്മഹത്യയോ ട്രെയിൻ അപകടമോ ആണെന്ന് വരുത്തി തീർക്കുവാനായിരുന്നു ശ്രമം. പക്ഷേ ഇയാൾക്ക് പിന്നീടാണ് അബദ്ധം പിടഞ്ഞത്. ഇയാൾ മൃതദേഹം ഉപേക്ഷിച്ചതാകട്ടെ വർഷങ്ങളായി ട്രെയിൻ ഓടാത്ത ആ പഴയ പാളത്തിലായിരുന്നു. തൊട്ടടുത്ത പാളത്തിലൂടെ വന്ന അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് മൃതദേഹം കണ്ടുവെങ്കിലും ട്രെയിൻ തട്ടിയിരുന്നില്ല. തല ട്രാക്കിലും ഉടൽ പുറത്തുമായാണ് കിടന്നത്. ട്രെയിൻ ഇടിക്കാത്ത മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടതോടെ പോലീസ് കൊലപാതകമെന്ന് ഉറപ്പിച്ചു. ഈ കൊലപാതകം കഴിഞ്ഞ് നിസ്സംഗനായി വീട്ടിലെത്തിയ ഷാജി സുധയുടെ സഹോദരി വിളിച്ചപ്പോൾ പറഞ്ഞത് അവർ ആത്മഹത്യ ചെയ്യാൻ പോയി എന്നാണ്. എന്നാൽ പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞു. സുധയ്ക്കൊപ്പം നടന്നു പോകുന്ന ഷാജിയും പിന്നീട് ഒറ്റയ്ക്ക് തിരിച്ചു വരുന്ന ഷാജിയും ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ഈ ഷാജിയുടെ ഷർട്ടിലെ രക്തക്കറ CCTVയിൽ തെളിയുകയും ചെയ്തു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഇതൊരു ആത്മഹത്യയായി തീർക്കുവാനും ഷാജി നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ ഫോൺ കോൾ. സ്വന്തം കുടുംബം തകർക്കുമെന്ന സുധയുടെ ഭീഷണി നേരിടാൻ ഒരു കൊലപാതകയായി മാറിയ ഷാജി പിടിക്കപ്പെടില്ല എന്ന അമിത വിശ്വാസത്തിലായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ ഉടൻ തന്നെ മരട് പോലീസ് വൈറ്റിലയെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. രാത്രി വൈകി സുധയും ഷാജിയും റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് ഒന്നിച്ചു നടന്നു പോകുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ. എന്നാൽ ഏറെ നേരം കഴിഞ്ഞപ്പോൾ ഷാജി മാത്രം തിരികെ വരികയായിരുന്നു. ആ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച പോലീസിന് ഷാജിയുടെ ശരീരത്തിലും ഷർട്ടിലും രക്തക്കറയുള്ളത് കണ്ടെത്തുവാൻ കഴിഞ്ഞു. കൊലപാതകത്തിന് ശേഷം ഭയമില്ലാതെ നടന്നു നീങ്ങുന്ന ഷാജിയുടെ ദൃശ്യങ്ങൾ കേസിൽ വലിയ തെളിവായി മാറി.
ഒളിവിൽ പോകുവാൻ ശ്രമിച്ച ഷാജിയെ പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് കാക്കനാട് വെച്ച് പോലീസ് വലയിലാക്കിയത്. കോട്ടയം മൂലയിടം ദിവാൻ കവല മൂലക്കളത്തിൽ ബേബിയുടെയും അശ്വതിയുടെയും മകളായ സുധയുടെ വേർപാട് ആ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയിൽ മൂലയിടത്ത് വീട്ടിലെത്തിച്ചു. രാവിലെ 11:30 പാക്കിൽ കാത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ നാട്ടുകാരും ബന്ധുക്കളും പങ്കെടുത്തു. വിശ്വാസത്തോടെ കൂടെ പോയ സുഹൃത്തു തന്നെ കാലനായി മാറുന്നതിന്റെ ഞെട്ടലിലായിരുന്നു എല്ലാവരും. ഭർത്താവുമായുള്ള ബന്ധം ഏർപ്പെടുത്തിയ സുധ അമ്മ അശ്വതിയോടൊപ്പം പൂത്തോട്ടയിലായിരുന്നു താമസിച്ചത്. ഹൈക്കോടതി മുൻ ജീവനക്കാരിയായ അശ്വതി വഴിയാണ് മകൾ സുധയുമായി ഷാജി ബന്ധം സ്ഥാപിച്ചത്. മാനസിക വിഭ്രാന്തിയോടെ പെരുമാറിയുന്ന സുധ ഇടയ്ക്ക് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഈ സാഹചര്യം മുതലെടുക്കുവാനാണ് സുധയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാനും മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ഷാജി ഇട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊലപാതകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം പ്രതിയും ഇരയും തമ്മിലുള്ള പ്രായ വ്യത്യാസം കൂടിയാണ്. 62 വയസ്സുള്ള ഷാജിയും 46 വയസ്സുള്ള സുധയും തമ്മിൽ 16 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. ഹൈക്കോടതിയിലെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ നിന്ന് വിരമിച്ച ഷാജിക്ക് സുധയുടെ കുടുംബവുമായി വർഷങ്ങളായുള്ള ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. സുധയുടെ അമ്മ അശ്വതി വഴിയാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിലേക്ക് ഷാജി എത്തിയത്. വിവാഹമോചിതയായ സുധയ്ക്ക് ഒരു താങ്ങും തണലുമായി നിന്ന ഷാജി ഒടുവിൽ അവരുടെ അന്തകനായി മാറുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പ്രായം നൽകേണ്ട പക്വതയോ വർഷങ്ങളായുള്ള സൗഹൃദം നൽകേണ്ട വിശ്വാസമോ ആ രാത്രിയിൽ ഷാജിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഭാര്യയും 2 മക്കളുമുള്ള ഷാജിക്ക് സമൂഹത്തിൽ മാന്യനായ ഒരു പദവി ഉണ്ടായിരുന്നു. എന്നാൽ സുധയുമായുള്ള സൗഹൃദം പലപ്പോഴും ഷാജിയുടെ കുടുംബജീവിതത്തിൽ നിഴലുകൾ വീർത്തിയിരുന്നു. ഇടയ്ക്കിടെയുള്ള കൂടിക്കാഴ്ചകൾ ഷാജിക്ക് ഒരു ശീലമായി മാറി. എന്നാൽ ഈ ബന്ധം തന്റെ കുടുംബത്തിന് ഭീഷണിയാകുമെന്ന് ഷാജി ഭയപ്പെട്ടു. സുധ ഈ ബന്ധത്തെക്കുറിച്ച് പുറത്തു പറയുമെന്നും തന്റെ സമാധാനപരമായ റിട്ടയർമെന്റ് ജീവിതം തകർക്കുമെന്നും ഷാജി വിശ്വസിച്ചു. 62-ാം വയസ്സിൽ ഒരു കൊലപാതകയായി മാറുമ്പോൾ താൻ കെട്ടിപ്പടുത്ത ജീവിതം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തകരുമെന്ന് അയാൾ ഓർത്തില്ല. സംഭവ ദിവസം രാത്രി വൈറ്റിലയിലെ വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ അവർക്കിടെ നടന്നത് വലിയ തർക്കമാണ്. 16 വയസ്സ് പ്രായക്കുറവുള്ള സുധയുടെ വാക്കുകൾ ഷാജി വല്ലാതെ പ്രകോപിപ്പിച്ചു. തന്റെ കുടുംബം തകർക്കുമെന്ന സുധയുടെ ഭീഷണിയും തുടർന്ന് ഷാജിയുടെ മൊബൈൽ ഫോൺ ദൂരേക്ക് എടുത്തെറിഞ്ഞതും അയാളിലെ കൊലപാതകിയെ ഉണർത്തി. 62 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ശാരീരിക ബലത്തേക്കാൾ വലിയ ക്രോധമായിരുന്നു അപ്പോൾ അയാളെ നയിച്ചത്. സുധയെ മർദ്ദിക്കുവാനും ശ്വാസം മുട്ടിക്കുവാനും അയാൾക്ക് മടിയുണ്ടായില്ല. ഒടുവിൽ രക്തം പുരണ്ട ഷർട്ടുമായി CCTV ക്യാമറകൾക്ക് മുന്നിലൂടെ അയാൾ നടന്നു നീങ്ങുമ്പോൾ ഒരു ആസൂത്രിത കുറ്റവാളിയുടെ നിസ്സംഗതയായിരുന്നു ഷാജിയുടെ മുഖത്ത്. പ്രായ വ്യത്യാസം മറന്നുള്ള സൗഹൃദങ്ങൾ പലപ്പോഴും വലിയ ചതിക്കുഴികളിലേക്കാണ് നയിക്കുന്നത് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സുധ ബേബിയുടെ മരണം. 46-കാരിയെ സുധയുടെ ജീവനെടുത്ത 62-കാരനായ ഷാജി ഇപ്പോൾ റിമാൻഡിലാണ്. നിയമം അതിന്റെ എല്ലാ ഗൗരവത്തോടെയും കൂടി ഈ ഒരു കേസിനെ കൈകാര്യം ചെയ്യുന്നു. പോലീസ് തയ്യാറാക്കിയ പഴുതടച്ച കുറ്റപത്രം ഷാജിക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. വിശ്വാസങ്ങളിൽ വിള്ളൽ വീഴുമ്പോൾ സംഭവിക്കുന്ന ഇത്തരം ദാരുണമായ അന്ത്യങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഷാജിക്ക് നിയമത്തിന്റെ പഴുതുകൾ അറിയാമായിരുന്നു. പക്ഷേ സത്യം മൂടിവെക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒരു നിമിഷത്തെ ദേഷ്യം അല്ലെങ്കിൽ സ്വന്തം തെറ്റ് മൂടിവെക്കുവാനുള്ള ശ്രമം ഇല്ലാതാക്കിയത് ഒരു ജീവനാണ്. സംഭവത്തിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടന്നു. അതിക്രൂരമായ മർദ്ദനത്തിനൊടുവിലാണ് യുവതി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്.